കട്ടിലൊക്കെ ഉണ്ട്. തറയോട് വെച്ചല്ല, ഓട് വെച്ചാണ്, ഇഷ്ടികയും ഓടും വെച്ചാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത റൂമിലേക്ക് കയറുകയാണ്. പഴയ കുറേ പെട്ടികളൊക്കെ ഉണ്ട്. എന്തോ ഒരു ചിത്രം നമുക്ക് നോക്കാം. അപ്പുറത്ത് കട്ടിലുണ്ട്. നന്നായി കാറ്റു കയറാൻ പറ്റുന്ന ഒരു ജനലും. ഇല്ല, പൂജാമുറി. അത് ബാൽക്കണിയിലേക്കുള്ള വഴിയാണ്. പുറത്തോട്ട് പോയി നേരത്തെ കണ്ട അപ്പുറത്ത് നിന്നുണ്ട് ഷീറ്റിനോട്ട് ചാടാം. പുറത്തോട്ട് വീണ് കഴിഞ്ഞാൽ ചത്തുവും. അതൊരു കുഴപ്പം. പുതിയ പുതിയ റൂമിലേക്ക് പോവുകയാണ്. ഇതാ ഫ്ലാഷ് ഓൺ ചെയ്തു. ഇടയ്ക്കുള്ള റൂമാണ്. നമ്മൾ പാർട്ട് 2-ൽ കണ്ട വഴിയാണിത്. ആ വഴിയാണിത്. നമുക്ക് തിരിച്ചു വരാം. ഹലോ ഗൈസ്, അപ്പുറത്തോട് നമ്മൾ അടയ്ക്കുകയാണ്. എന്തോ ഒരു കുഴപ്പം കൊണ്ട് അടഞ്ഞു. പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പൂട്ടുന്നില്ല. ഇത് അടഞ്ഞു കിടന്നതാണ്, പൂട്ടിയിട്ടില്ല. ഈ മുറിക്ക് എന്താണെന്നറിയില്ല. നമ്മൾ നേരത്തെ കണ്ട സ്ഥലവും ഈ വഴി പൂട്ടിയിട്ടേക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കയറുന്നില്ല. നമ്മളത് തിരിച്ച് താഴെ പോകാൻ വേറെ സ്റ്റെപ്പ് ഉണ്ട്. ആ ജനലി ആടിയതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റെപ്പിൽ കൂടെ കയറാൻ പറ്റില്ല. പിന്നെ വാതിലൊക്കെ പൂട്ടിയിട്ടേക്കായിരുന്നു. നമ്മൾ വാതിൽ തിരിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ട. ഇതാണ് നമ്മുടെ പഴമക്കാരുടെ വീട്. ഇതൊക്കെയാണ് അടിപൊളി വീടുകൾ. ഇപ്പോഴത്തെ വീടുകളൊന്നും ഒന്നിനും കൊള്ളില്ല. ഇതാണ് സീൻ. ഇത്ര വർഷം പഴക്കമുണ്ടായിട്ടും തടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചിതല് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ടാറ്റ ബൈ ബൈ. നിങ്ങളെല്ലാ വീഡിയോയും കാണുക. പാർട്ട് 1, 2, 3 എല്ലാം കാണുക. ഇതാണ് 3rd പാർട്ട്.